ഹലോ എവരിവൺ, വെൽക്കം ടു ഓർത്തഡോക്സ്. അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിൽ, ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം നേടിയിട്ടുള്ള ഒരു കൂറ്റൻ വിജയം, അതിനും സ്വന്തം വ്യക്തിഗത പെർഫോമൻസിൽ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഒരു ഇന്ത്യൻ പ്ലെയറിൻ്റെ എക്കാലത്തെയും മികച്ച പെർഫോമൻസുകളുടെ ഒന്നിൽ ആദ്യം 3-ൽ തന്നെ വെച്ച് ചേർക്കാവുന്ന ഒരു ഗംഭീര പെർഫോമൻസാണ് ശുഭ്മാൻ ഗിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ക്രിക്കറ്റ് എക്സ്പേർട്സ് ഒക്കെ സച്ചിനും കോഹ്ലിക്കും ശേഷം അടുത്തതായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അല്ലെങ്കിൽ ടെസ്റ്റ് ടീമിൻ്റെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലെയറായിട്ട് ഗില്ലിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ സത്യം പറഞ്ഞ ഒരു അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് ഈ പറയാം. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അവരുടെ തുടക്കകാലത്തുള്ള ഒരു മികച്ച പെർഫോമൻസുകളും ഗംഭീര നോക്സും കാര്യങ്ങളും ഇന്ത്യയിലും വിദേശത്തും നടത്തുന്ന ഗംഭീര പ്രകടനങ്ങളൊക്കെ കാരണം അവരെ ഏറ്റവും വലിയ ലെജൻസ് ആയിട്ട് തന്നെ സ്റ്റാർട്ടിംഗ് ടൈമിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഗവാസ്കറിന്റെ റെക്കോർഡ് മറികടന്ന് സച്ചിനും അല്ലെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സച്ചിനേക്കാളും മികച്ച പ്ലെയറായിട്ട് മാറിയ കോഹ്ലി അല്ലാതെ ബാക്കി ഒരു യങ്സ്റ്ററും ആ ഒരു തുടക്കത്തിൽ കിട്ടുന്ന ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അത്തരത്തിൽ ഉള്ളൊരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു ശുഭ്മാൻ ഗില്ലിനും കിട്ടിയത്. അണ്ടർ-19 ക്രിക്കറ്റ് ടീമിൽ ആ ഒരു അണ്ടർ-19 ടീം കിരീടം അടിച്ചതിന് ശേഷം നെക്സ്റ്റ് കോഹ്ലി എന്ന രീതിയിൽ തന്നെയാണ് ശുഭ്മാൻ ഗില്ലിനെ അന്ന് തന്നെ ക്രിക്കറ്റ് എക്സ്പേർട്സ് ഒക്കെ റേറ്റ് ചെയ്ത് തുടങ്ങിയത്. ആ സമയത്ത് കൂടുതൽ ഹൈപ്പ് വന്നൊരു പ്ലെയർ പൃഥ്വി ഷാ ആയിരുന്നു. അത് ഒരു അർത്ഥത്തിൽ ശുഭ്മാൻ ഗില്ലിന് ഭാഗ്യമായിട്ട് തന്നെ പറയാം. കാരണം എല്ലാ അറ്റൻഷനും ഒരുമിച്ച് തന്നിലേക്ക് കിട്ടിയില്ല. കാരണം ഒരുപാട് പേര് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത് പൃഥ്വി ഷായുടെ മേലെ തന്നെയായിരുന്നു. കാരണം സച്ചിൻ്റെ ക്ലാസും സേവാഗിൻ്റെ ആ ഒരു അറ്റാക്കിങ് സ്വഭാവം എല്ലാവരും പൃഥ്വി ഷാനെ ഒരു നെക്സ്റ്റ് സച്ചിൻ എന്ന രീതിയിലൊക്കെയാണ് അന്ന് ഹൈപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗില്ലിന് വളരെ ഒരു അത്രയും മീഡിയ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ ഇല്ലാതെ എൻ്റെ സ്വന്തം കരിയർ സ്റ്റാർട്ടിങ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നീട് പൃഥ്വി ഷാക്ക് എന്ത് പറ്റിയെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശുഭ്മാൻ ഗില്ല് ആവട്ടെ പതിയെ തുടങ്ങിയിട്ടുള്ള ഒരു കരിയർ പിന്നീട് കൊൽക്കത്തയിലൂടെയും IPL കൊൽക്കത്തയിലൂടെയും പിന്നീട് ഗുജറാത്തിലോട്ട് എത്തുന്നു. ഗുജറാത്തിന് വേണ്ടി ഒരു സീസണിൽ ഒരു 800 റൺസിന് മുകളിലുള്ള ആ ഒരു മികച്ച പെർഫോമൻസ്. പിന്നീട് അവർ ക്യാപ്റ്റനായിട്ട് മാറുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിലെത്തി. ഇന്ത്യൻ ടീമിന് വേണ്ടി 200 റൺസ് ഓടിയിൽ അദ്ദേഹം നേടുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട്, അതായത് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കൊക്കെ ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട്, ഒരു പെർമനന്റ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറുന്ന ഒരു രീതി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നിങ്സിൽ ഈ ഒരു നോക്കിന് ശേഷം ഒരുപാട് ക്രിക്കറ്റ് എക്സ്പേർട്സ് വിലയിരുത്തുന്ന ഒരു കാര്യമാണ് വിരാട് കോഹ്ലിക്ക് മുകളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിന് പോകാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ വിരാട് കോഹ്ലി ടെസ്റ്റിൽ എത്രത്തോളം മികച്ചൊരു പ്ലെയർ ആയിരുന്നുള്ളത്. തീർച്ചയായിട്ടും സച്ചിൻ്റെ റെക്കോർഡുകളൊക്കെ അന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു ടൈമിന് ശേഷം, ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം സ്വന്തം ടെക്നിക്സ് റീവർക്ക് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് വളരെ നേരത്തെ വിരമിക്കേണ്ട ഒരു അവസ്ഥ വരെയുണ്ടായി. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് ഇപ്പോൾ ക്രിക്കറ്റ് എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഓഫ് സ്റ്റംപിലുള്ള വിരാട് കോഹ്ലിയുടെ ആ ഒരു വീക്ക്നെസ് ശുഭ്മാൻ ഗില്ലിന് ഇല്ല എന്നുള്ളതാണ്. അതായത് കട്ട് ഷോട്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഓഫ് സ്റ്റമ്പിന് പുറത്ത് വരുന്ന പന്തുകളെ കട്ട് ഷോട്ട് കളിക്കുന്ന ഒരു രീതി ക്രിക്കറ്റിൽ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഷോട്ട് രീതിയാണത്. അത് വിരാട് കോഹ്ലി വളരെ കുറവ് മാത്രം അല്ലെങ്കിൽ ഒട്ടും കളിക്കാറില്ലെന്ന് തന്നെ പറയാം. ഓഫ് സ്റ്റമ്പിന് പുറത്ത് 4th സ്റ്റമ്പിലും 5th സ്റ്റമ്പിലും വരുന്ന പന്തുകളെ കവർ ഡ്രൈവ് കളിക്കുക എന്ന് തന്നെയാണ് വിരാട് കോഹ്ലി കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ഷോട്ട് അദ്ദേഹം ഒട്ടും കളിക്കാത്തൊരു ഷോട്ടായിരുന്നു. പക്ഷേ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് അവിടെ അഡ്വാൻറ്റേജ് ആണ്. അദ്ദേഹം വളരെ നന്നായി കട്ട് ഷോട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ കൂടുതലായിട്ടും കവർ ഡ്രൈവിനെ ആശ്രയിക്കാതെ ഓഫ് സ്റ്റമ്പിന് പുറത്ത് വരുന്ന പന്തുകൾക്കെതിരെ അദ്ദേഹം റൺസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പിന്നേഴ്സിനെതിരെ സ്വീപ്പ് ഷോട്ട്, അതും വിരാട് കോഹ്ലി വളരെ കുറച്ച് മാത്രം കളിക്കുന്ന ഷോട്ടാണ്. സോ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ കുറച്ച് ഷോട്ട്സ് മാത്രമാണ് കയ്യിലുള്ളത്. ആ സമയം ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് ഒരുപാടധികം ഷോട്ടുകൾ, വൈഡ് വെറൈറ്റി ഓഫ് ഷോട്ട്സ് അദ്ദേഹത്തിന് കയ്യിലുള്ളത് അദ്ദേഹത്തിന് കൂടുതൽ കാലം കരിയറിൽ നിലനിൽക്കാനായിട്ട് സഹായകമാകും. ഏതൊരു പ്ലെയർ ആയാലും കരിയറിൻ്റെ തുടക്കകാലത്ത് ഫ്രണ്ട് ഫുട്ട് പ്ലേ അവരെ കുറച്ച് കാലം മാത്രമാണ് ക്രിക്കറ്റിൽ നിലനിർത്തുള്ളൂ. ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന കളികൾ തന്നെയാണ് ഒരുപാട് കാലത്തേക്ക് ഒരു ലോങ്ങിറ്റിവിറ്റി അവരുടെ കരിയറിന് കൊടുക്കുക. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ ബാക്ക് ഫുട്ടിൽ വളരെ സ്ട്രോങ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് വിരാട് കോഹ്ലിക്ക് മുകളിൽ ശുഭ്മാൻ ഗിൽ ഭാവിയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ്. എന്തായാലും ഇതെല്ലാം കൊണ്ടും ശുഭ്മാൻ ഗിൽ ഒരിക്കലും വിരാട് കോഹ്ലിക്ക് മുകളിൽ ഭാവിയിൽ എത്തും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം സ്റ്റാർട്ടിംഗ് ടൈമിൽ ഹൈപ്പ് വന്ന് അതിനോട് വളരെ നീതി പുലർത്തിയിട്ട് പിന്നീട് പെട്ടെന്ന് തന്നെ ഡൗൺ ആയി ടീമിൽ നിന്ന് വരെ പുറത്താവുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും അക്കൂട്ടത്തിൽ ഒരാളാവാതിരിക്കട്ടെ ശുഭ്മാൻ ഗിൽ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിംഗ് ജേണി 25 വയസ്സായിട്ടുള്ളൂ. ഇനി ഒരു 10-15 വർഷക്കാലം അദ്ദേഹത്തിന് കളിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാലങ്ങളിലൊക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ഫോം നിലനിർത്തി പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറയാം. നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.